കൂട്ടുകാരെ, അബുദാബിയിലെ ഒരു ഡിന്നർ കാഴ്ചയാണേ. നല്ല വലിപ്പമുള്ള 2 ചപ്പാത്തി അങ്ങോട്ട് വാങ്ങി. നല്ല തിക്ക് വെജിറ്റബിൾ കുറുമയും. ചപ്പാത്തിയുടെ വലിപ്പം കണ്ടില്ലേ? ഡിന്നർ പ്ലേറ്റിൻ്റെ അതേ വലിപ്പത്തിലുള്ള ചപ്പാത്തി. അതുപോലെ വെജിറ്റബിൾ കുറുമ പറയേണ്ടതില്ല, തിക്ക് ഒന്നുമില്ല, അന്യായം. സൂപ്പർ ഒരു വെജിറ്റബിൾ കുറുമ അങ്ങോട്ട് വാങ്ങി. നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. കഴിച്ചു കഴിഞ്ഞ് ബാലൻസും വരും മിക്കവാറും. അത് നമ്മുടെ ആ ചപ്പാത്തിക്കകത്തോട്ട് അങ്ങോട്ടൊരു 3-4 സ്പൂൺ അങ്ങോട്ട് തട്ടി. അതും വെജിറ്റബിൾ കുറുമയ്ക്കകത്ത് നല്ലവണ്ണം വെജിറ്റബിളും ഉണ്ട് കേട്ടോ. അങ്ങനെ ചപ്പാത്തിക്കകത്തോട്ട് നമ്മുടെ വെജിറ്റബിൾ കുറുമ അങ്ങോട്ട് കോരി അങ്ങോട്ട് ഒഴിച്ചു. അപ്പോൾ വെജിറ്റബിൾ കുറുമയ്ക്കകത്ത് വെജിറ്റബിൾ അല്ലാതെ പിന്നെ വേറെ എന്താണെന്നുള്ള ചോദ്യം വരും. അതല്ല ഉദ്ദേശിച്ചത്. ഈ വെജിറ്റബിൾ കുറുമയ്ക്കകത്ത് നല്ല ക്വാണ്ടിറ്റിയിൽ നമ്മുടെ വെജിറ്റബിളുണ്ട്. 9-8 സുഹൃത്തുക്കളെ രാത്രി. എന്നാൽ കഴിക്കാൻ അങ്ങോട്ട് തുടങ്ങാം. മൊബൈൽ എടുത്തപ്പം വേണ്ട, മൊബൈൽ നോക്കി കഴിക്കണ്ട, അല്ലാതെ ആസ്വദിച്ച് കഴിക്കാമെന്ന് ഓർത്തു. കഴിക്കാൻ തുടങ്ങുമ്പോൾ മൊബൈൽ എടുക്കാതെ നമ്മൾ ആ ഫുഡ് നോക്കിയിരുന്ന് ആസ്വദിച്ചൊന്ന് കഴിച്ചാൽ അടിപൊളിയായിരിക്കും. ഞാനൊരു ചെറിയ പീസ് ചപ്പാത്തി അങ്ങോട്ട് മുറിച്ചെടുത്തിട്ട് ആ വെജിറ്റബിൾ കുറുമയും ആ തിക്ക് ഗ്രേവിയും കൂടെ അങ്ങോട്ട് എടുത്ത് നല്ലവണ്ണം ഒന്ന് ചവച്ചരച്ച് നോക്കി ടേസ്റ്റ് ഉണ്ടോ. ടേസ്റ്റ് കൂട്ടുകാരെ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. സൂപ്പർ അടിപൊളി, നല്ല ടേസ്റ്റ് കേട്ടോ. ചപ്പാത്തിക്കാണെങ്കിലും കുറുമയ്ക്കാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട്. ചപ്പാത്തി റെഡിമെയ്ഡല്ല, കൊണ്ട് സ്പോട്ടിൽ ഉണ്ടാക്കിയതാണ്. അതുപോലെ വെജിറ്റബിൾ കുറുമയും അതുപോലെയാണ്. നല്ല ഫ്രഷ് പച്ചക്കറികൾ കൊണ്ട് മാത്രം ഉണ്ടാക്കിയ സാധനമാണ്. അതുകൊണ്ട് അതിന് നല്ല ടേസ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. കൂട്ടുകാരെ, ഡിന്നറിന് ഇതുപോലെ വെജിറ്റബിൾ കുറുമയും അതുപോലെ ചപ്പാത്തിയൊക്കെ കഴിക്കുകയാണെങ്കിൽ അധികം ഫാറ്റ് കണ്ടന്റ് നമ്മുടെ ശരീരത്തിലേക്ക് കയറി വരില്ല. കാരണം നല്ല ഒരു സമീകൃത ആഹാരമാണ് ചപ്പാത്തിയും വെജിറ്റബിളും. ഇപ്പോൾ രാത്രിയിൽ ഇത് കഴിച്ചിട്ട് കിടന്നാൽ പെട്ടെന്ന് ഡൈജസ്റ്റ് ആവുകയും ചെയ്യും. നമുക്ക് നല്ല ഉറക്കവും കിട്ടും. അപ്പോൾ മൊബൈലൊന്നും നോക്കാതെ ഇങ്ങനെ നല്ല ആസ്വദിച്ച് ആഹാരത്തെ മാത്രം നോക്കിയിരുന്ന് നമ്മൾ കഴിക്കുമ്പോൾ നമുക്കതിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് അനുഭവിക്കാൻ പറ്റും. അപ്പം തുടങ്ങാം അങ്ങോട്ട് സ്പീഡിൽ.